ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 20 തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം നടക്കും. വള്ളുവനാട്ടിലെ പ്രമുഖ ദേവീക്ഷേത്രമായ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി മുത്തശ്ശിയാർക്ക് തിരുപ്പുറത്ത് നിവേദ്യം സമർപ്പിക്കും. നിവേദ്യ സമർപ്പണത്തിനായി തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ രാശിചക്രത്തിലെ ഓരോ ഗ്രഹത്തിനും ഒരു ഉച്ചരാശിയും നീചരാശിയുമുണ്ട്. അതിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ് മകരം രാശി. നമ്മുടെ സൂര്യൻ മകരരാശിയിൽ പ്രവേശിച്ച് ഒരു മാസം അതേ രാശിയിൽ സഞ്ചരിക്കും. ആ മാസത്തിനെ നമ്മൾ മകരമാസം എന്ന് വിളിക്കും. ഈ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, 30 ചൊവ്വാഴ്ച, ആ ദിവസമാണ് നമ്മൾ മകരച്ചൊവ്വ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും അതുപോലെ ദേവീക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ആചരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവ്, ആ മുത്തശ്ശി തട്ടകത്തിൻ്റെ മുത്തശ്ശിയാണ്. അവിടെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് തിരുപ്പുറത്ത് നിവേദ്യം മകരച്ചൊവ്വ ദിവസത്തിൽ. ഈ കുറച്ച് കാലങ്ങളായി ഒരു 10-15 വർഷത്തോളമായി വളരെ വിപുലമായിട്ട് തന്നെ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് അവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ശബരിമലയിലെയും ആറ്റുകാൽ ക്ഷേത്രത്തിലെയും മുൻ മേൽശാന്തി പൂന്തോട്ടം നാരായണ നമ്പൂതിരിപ്പാട് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ തിരുപ്പുറത്ത് നിവേദ്യ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് തട്ടകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10ഓളം മുത്തശ്ശിമാരെ ആദരിക്കുന്ന പ്രത്യക്ഷ മാതൃപൂജയ്ക്ക് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം അരങ്ങേറും. പാലക്കാട് ഭക്ത സൂർദാസ് ഭജൻ മണ്ഡലി അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുതയും ഉണ്ടാകും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദയൂട്ടും ഉണ്ടാകുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13-ാം തീയതി മുതൽ 20-ാം തീയതി മകരച്ചൊവ്വയോട് കൂടി സമാപിക്കുന്ന ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് മുത്തശ്ശിയുടെ ഈ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നത്. പ്രത്യക്ഷ മാതൃപൂജ, മാതൃവന്ദനം എന്ന പരിപാടി, അതിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള ശ്രീമതി ലതിക അമ്മയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത്. തട്ടകത്തെ 5 ദേശങ്ങളിൽ നിന്നായി 2 മുത്തശ്ശിമാർ വീതം 10 മുത്തശ്ശിമാരെയും വിശിഷ്ടാതിഥിയായി എത്തുന്ന ലതിക അമ്മയും അടക്കം 11 പേര്, 11 മുത്തശ്ശിമാരെ പ്രത്യക്ഷ മാതൃപൂജയിലൂടെ ക്ഷേത്രം തന്ത്രി പൂജ ചെയ്യുന്നു. അതിനുശേഷം വേദിയിൽ സാംസ്കാരിക സദസ്സ് നടക്കും. സാംസ്കാരിക സദസ്സിന് ശേഷം പാലക്കാട് ഭക്ത സൂർദാസ് ഭജൻ മണ്ഡലി അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ ഉണ്ടാവും. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വിപുലമായ രീതിയിലുള്ള പ്രസാദഊട്ട് അവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1000-ത്തിലധികം ആളുകൾക്ക് തിരുപ്പുറത്ത് നിവേദ്യം സമർപ്പിക്കുന്നതിനായിട്ടുള്ള അടുപ്പുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടന്നു വരുന്നു. മറ്റ് പ്രാരംഭ കാര്യങ്ങളെല്ലാം വളരെ വിപുലമായിട്ട് നടക്കുകയാണ്. NK ജനാർദ്ദനൻ മാസ്റ്റർ, VV രവീന്ദ്രനാഥ്, E ജയകൃഷ്ണകുമാർ, M രമേശ് ബാബു, മുരളി പെരുമുടിയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.